പെൻഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇത് പക്ഷെ നമുക്ക് അതിനുള്ള ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. പക്ഷെ നോക്കൂ എന്ത് രസമാണ്. നിങ്ങൾ ലണ്ടനിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇവിടെ എന്താണെങ്കിലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടെ എല്ലാവരും വരിക. ഇതിവിടെ പെൻഡിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ഗൈസ്. ഇത് നമ്മൾ പെൻഡിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. എന്ത് രസം ഇവിടുത്തെ വീടുകൾ, അവിടുത്തെ ഗാർഡൻ എന്ത് മനോഹരമാണ് നോക്കിയേ. ഇവിടെ ഒത്തിരി സൈക്ലിസ്റ്റുകളുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അവരെയൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് ഹോഴ്സ് റൈഡിങ്, ഹോഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. നല്ല രസമാണ് കാണാൻ. നമ്മൾ പോകാൻ പോകുന്നത് ആ മലയുടെ മുകളിലേക്കാണ്. എന്ത് മനോഹരമായ മലയാണ്. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നടക്കാനും ഓടാനും സൈക്കിൾ ചവിട്ടാനൊക്കെ വരുന്ന സ്ഥലമാണിത്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് എൻ്റെ 2nd ടൈമാണ് ഈ സ്ഥലത്ത് വരുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. കാറൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇതുണ്ടോ ഇങ്ങനെ പോകാം. അവിടെ ഒരു തടാകം പോലത്തെ സ്ഥലമുണ്ട്. നമുക്കവിടെ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ട്രൈ ചെയ്യും പോകാൻ. ഇവിടെ ഇങ്ങനെ കണ്ടോ മുള്ള് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കടക്കാൻ പറ്റുമോ എന്നറിയില്ല. പിന്നെ നമ്മളിങ്ങനെ അതിലേക്കൂടെ ഒരു വഴിയുണ്ട്, ആ സൈഡിൽ കൂടെ അങ്ങനെ ഇനി മണ്ട വരെ കയറും. സോ ലെറ്റ്സ് ഗോ. ഇതുവഴിയാണ് നമ്മൾ ഹില്ലിൻ്റെ മേളിലേക്ക് നടന്നു പോകുന്നത്. ഇതൊരു പ്രൈവറ്റ് റോഡാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലിങ്ങനെ നടന്ന് പോവുക. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ല അടിപൊളി. ഒത്തിരി തണുപ്പൊന്നുമില്ല. ഒരു 10-25 മിനിറ്റ് നടക്കാനുണ്ട്. ബട്ട് നല്ലതാണ്. എനിക്ക് പറ്റുന്ന പോലെ നിങ്ങളെ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മളങ്ങനെ ഹില്ലിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതിലേ പോകാൻ 2 വഴികളാണുള്ളത്. ഒന്ന് നേരെയുള്ള ആ വഴിയും ഒന്നിതേ ഇതിലേ ഉള്ള ഈ വഴി. അതിലേ നമുക്ക് നേരെ കറങ്ങി അടിച്ച് പോവാം. എന്തോ ഷീപ്സാ നോക്കൂ. എൻ്റെ വീട്ടിൽ പണ്ട് ഇങ്ങനത്തെ കുറേ ഷീപ്സ് ഉണ്ടായിരുന്നു, കുറേ ആട്. എൻ്റെ മമ്മിക്ക് ആട് കൃഷി ഉണ്ടായിരുന്നു. ഈ ആടുകളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മമ്മിയുടെ ആടുകളെയാണ് ഓർമ്മ വരുന്നത്. എല്ലാവരും പുല്ലിനാണ് ഇവരിങ്ങനെ മാർക്ക് ചെയ്തത് കണ്ടില്ല. ഇവർ ഇനി വെട്ടി മറ്റേ നമ്മളുടെ വിൻ്റർ ആകുമ്പോൾ ബ്ലാങ്കറ്റ് തുന്നാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ നമ്പർ ഇട്ട് വെച്ചേക്കുന്നത്. നല്ല രസമില്ലേ. നമ്മളിനി ഈ വഴി കൂടെ അങ്ങ് നടന്ന് പോവും. ഇവിടെ ഒരു പഴയ വീടുണ്ട്. വീട്ടിലാരും താമസമില്ലെന്ന് തോന്നുന്നു. മഴ പെയ്യാതിരുന്നാൽ മതി. ഇതിൻ്റെ ആടുകൾ കെട്ടിയവനും കെട്ടിയവളുമാണ് ഗൈസ്. ഒരു ഉമ്മം വെച്ച് കളിക്കുകയാണ്. ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. സോറി, നദിയല്ല, അരുവി. പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ കൂടെയാണെന്ന് തോന്നുന്നു. ഇനി ഈ പാലം നമ്മളിങ്ങനെ കയറി ഇവിടെയാണ് ഒരു കുഞ്ഞ് അരുവി ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ല, അതുപോലെ എനിക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ തപ്പി പോവാണ്. ഞാനത് കണ്ടുപിടിച്ച് നിങ്ങളെ കൂടെ കാണിച്ചു തരും. ഇതേ കണ്ടോ, കാണത്തില്ലല്ലേ? പറ്റുന്നുണ്ടായിരിക്കും. ഇതുണ്ടോ രാവിലെ നടക്കാൻ ഇറങ്ങിയ 2 ആൾക്കാർ തിരിച്ചു വരുന്നതാണ് ഹില്ലൊക്കെ കണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരു പൈൻ മരമാണ്. നമ്മൾ മരത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന വഴിയിലൊക്കെ കാണില്ലേ ഇങ്ങനത്തെ മരങ്ങളൊക്കെ, നല്ല ലെങ്ത്തുള്ള മരങ്ങൾ. അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങൾ. ഇതുകൊണ്ടൊരു കുഞ്ഞു പട്ടി നമ്മളെ പോലെ നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ. ആകാശമാകെ
പാട്ടൊക്കെ പാടും ഞാൻ. എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, പക്ഷെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. ഇവിടെ കണ്ടോ പഴയൊരു JCB നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വെള്ള കളർ. ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, പിന്നെ ഇവിടെ 1-2 വീടുകളൊക്കെ ഉണ്ട്. കാണുമ്പോൾ ഇവിടെ താമസിക്കാൻ നല്ല നല്ല അടിപൊളിയായിട്ട് തോന്നും, പക്ഷെ ജീവിച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കാലമൊക്കെ ഒരാഴ്ചയൊക്കെ താമസിക്കാൻ നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക്. എനിക്കിങ്ങനെ ഈ കാട്ടിലൊന്നും വന്ന് താമസിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് കണ്ടുപോകാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. നല്ല ഭംഗിയില്ലേ? ഈ ഡോർ നമ്മൾ തുറക്കണം. ഈ ഡോറിന് പ്രത്യേകം നമുക്ക് അങ്ങോട്ട് തള്ളി തുറക്കാൻ പറ്റത്തില്ല, ഒരാൾക്ക് മാക്സിമം പോകാൻ പറ്റും. അതായത് ഇങ്ങനെ തുറക്കുക, ഇപ്പോൾ ഒരൊച്ച വരും. ഈ പഴയ വീടിൻ്റെയൊക്കെ കഥ തുറക്കുമ്പോൾ കേൾക്കുന്നതൊക്കെ കുഴപ്പമില്ല. നമ്മൾ നൈസായിട്ട് കഥ അടയ്ക്കണം. നമ്മൾ വീണ്ടും കയറാം. ഇതുണ്ടോ മേളിൽ നിന്നൊക്കെ വരുന്ന അരുവിയിലെ വെള്ളമാണ് ഇങ്ങനെ ഒഴുകുന്നത്. ഇതിലെ നല്ല ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വേണം വരാൻ. ഞാൻ അവിടെ പോയാൽ ഇങ്ങനെ ആയതുകൊണ്ട് പുതിയ ഷൂ ഒക്കെ മേടിച്ചാൽ മഞ്ഞ കളറിലെ കണ്ടോ, അതൊക്കെ ഇപ്പോൾ അഴുക്കാവും. നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല ഗൈസ്. സോ വരുന്നിടത്ത് വെച്ച് കാണാം. സോ ഇതിങ്ങനെ നടന്ന് കയറണം. ലോട്ട് ഓഫ് ആൾക്കാർ ഇതിൻ്റെ മുകളിലുണ്ട്. ഇങ്ങനെ പോവാ. ഇടയ്ക്കിത് ആടുകൾ. ഇതിവിടെയുള്ള പക്ഷികൾ, ഫ്രൂട്ട്സ്, ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ ബോർഡാണത്. ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കയറി പോകണം. നമ്മൾ ഇത്രയും മേളിൽ കയറി ഗൈസ്, കുറച്ചേ ഉള്ളല്ലേ. ഞാൻ ബാക്കിയും കൂടെ കയറട്ടെ. ഒരു കുഞ്ഞി നദി, അരുവി. ഇതേപോലെ കുറേ അരുവികൾ ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റും. നേച്ചറിനെ ആസ്വദിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നാൽ നല്ലതായിരിക്കും. ഓ ഗൈസ്, ഞാൻ ഇത്രയും മല കയറിയപ്പോൾ തന്നെ മടുത്തുപോയി. ഇതൊരു വലിയ മലയാണ്. അയ്യോ, നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ ഇതൊക്കെ എന്ത് സിമ്പിൾ, ഇത്രയും മല പോലും എനിക്ക് കയറാൻ പറ്റില്ല നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അല്ല ഗൈസ്, ഇവിടെ വന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നുണ്ടോ 2 കപ്പിൾസിനെ? എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സാണത്. നമ്മൾ അവിചാരിതമായി ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. ഇതിനൊരു പകുതി വേ പോലും നമ്മൾ കയറിയിട്ടില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു മേളിയും താഴേക്കുള്ളൊരു വ്യൂ കാണിക്കാം. നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിരിക്കുന്നു, ഇനിയും അധിക ദൂരം പോകാനുണ്ട്. ഞാൻ തളരില്ല, ഞാൻ പോവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ മടുത്തു ഗൈസ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ ചെയ്ത് തീർക്കണം എന്നാ. സോ ഞാനിത് മൊത്തം കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് നിങ്ങളെ ഞാൻ ഫുൾ വീഡിയോ കാണിക്കാം. ഹലോ ഗൈസ്, ഞാൻ ഈ മലമണ്ടയുടെ മുകളിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സക്സസ്ഫുള്ളി. പെൻഡൽ ഹിൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മലയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞാനിവിടം വരെ കയറുന്ന പോലും വിചാരിച്ചില്ല.
പക്ഷെ കയറി ഗൈസ്. നമ്മൾ പെൻഡിൽ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതിവിടെ ഇതുണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തോട്ടും പോകാം, പക്ഷേ നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല. നമുക്ക് അതിൻ്റെ ആ വശത്തേക്കാണ് നമുക്കിനി പോകേണ്ടത്. ആ സൈഡിൽ അവിടെ കണ്ടോ ആളുകൾ നിൽക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങ് ദൂരെ ഇവിടെ ഈ സ്പോട്ടിലാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പീക്ക് ഹൈ എന്ന് പറയണേ. നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോവാണ്. എന്താണേലും ഇന്നൊരു നല്ല ക്ലൈമറ്റ്. നമ്മളിനി ആ പോയിന്റിലേക്ക് നടക്കുകയാണ്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് ബ്ലാക്ക് പൂൾ ബീച്ചൊക്കെ കാണാനാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിവിടെ വരുന്നതെങ്കിലും ഞാൻ ഈ ടോപ്പിൽ കയറുന്ന ആദ്യമായിട്ടാണ്. ഞാൻ വിചാരിച്ചില്ല എനിക്കിത് കയറാൻ പറ്റുമെന്ന് സുഹൃത്തുക്കളെ. സോ അതിൻ്റെ ടോപ്പിൽ പോയി നോക്കാം ബീച്ച് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. ക്ലൈമറ്റ് അടിപൊളിയാണ്. ഞങ്ങളവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അവിടെയാണ് ബ്ലാക്ക് പൂൾ ബീച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോഴാണ് കൂടുതലും കാണുള്ളൂ. ഇത് അതിൻ്റെ അപ്പുറത്ത്. പക്ഷെ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കട്ടെ. ഇതാണ് എൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലം. നമുക്ക് ഒത്തിരി അടിപൊളി സ്ഥലങ്ങൾ കാണാം. ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ അവിടെ, ഇതിൻ്റെ ഏറ്റവും ടോപ്പാണ്. നമ്മൾ ആ താഴേന്ന് കയറി വന്നാണ്. ഞാനിപ്പം മലയുടെ മുകളിലൊക്കെ പോയി എല്ലാം കണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഇതുവരെ ഓക്കെയാണ്, ഇങ്ങോട്ടൊക്കെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. തിരിച്ചിറങ്ങുകയാണ്. ഏകദേശം പകുതി വഴിയെത്തി. ഇനി കുറച്ചും കൂടെ. ഞങ്ങൾ താഴെ എത്താനായി. നമ്മളങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ വഴിയാണ് കയറിപ്പോയത്. അങ്ങോട്ട് കയറിപ്പോയി ഈ വഴി തിരിച്ചു വരുന്നു. നമ്മളങ്ങനെ താഴെ എത്തി ഗൈസ്. നമ്മൾ കയറി വന്ന അതേ സ്റ്റെപ്പുകളിൽ നമ്മൾ ഇറങ്ങിപ്പോണം. അയ്യോ, നമുക്കിത് എന്ത് വലിയ മലയാണ്. ഞാൻ അതിൻ്റെ ഏറ്റവും മണ്ടയിലാണ് കയറിയത്. അയ്യോ, ഇവർ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയോ. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഇറങ്ങാൻ പോവാണ്. ഞാൻ ഈ വെള്ളത്തിനകത്തൂടെ ആവുമേ, തെന്നി വീഴുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ പോവും. ഇല്ല, തോപ്പിക്കാനാവില്ല മക്കളെ. ഒരാടപ്പുറത്ത് കരയുന്നു. വലിയതോ പ്രായം ചെന്ന് ആടാൻ തോന്നുന്നു. ഈ ആടാൻ തോന്നുന്നു കരഞ്ഞത്.
നമ്മൾ മല കയറി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ വേറൊരു എൻഡിലേക്ക് നമ്മൾ പോവാണ്. അവിടെ ഒരു വലിയ റിസർവോയർ തടാകം പോലത്തെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. നല്ല മാറ്റം. ഇതെല്ലാം ഈ സൈഡിലുള്ള റോഡുകളാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പോയാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. ഇതുണ്ട്, ഇവിടെ നിറച്ചും കുതിരകളാണ്. ഇവിടെ നമുക്ക് കുതിര സവാരിയൊക്കെ നടത്താം, ഹോഴ്സ് റൈഡിങ്. കുതിര നല്ല ഹൈറ്റ് ഉണ്ട്, അതിൻ്റെ മണ്ട കയറാനുള്ളൊരു ആരോഗ്യമൊക്കെ നമുക്ക് വേണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. നമ്മൾ ഈ കുന്നൊക്കെ കയറി അങ്ങ് പോകും. നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇതും ഒരു മലയാണോന്ന്. പക്ഷെ ഇത് മലയല്ല ഗൈസ്, മല കയറിക്കഴിഞ്ഞൊരു ഇറക്കമാണ്. സോ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ അല്ലേ ഇത് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. സാബ്ഡൺ എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. വില്ലേജിൽ കൂടെ നമ്മൾക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. നമ്മൾ വില്ലേജിൽ കൂടെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.